ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നിടത്താണ്. അപ്പോൾ രാവിലെ ഓൾറെഡി ഞാൻ മുട്ടയും പാലും അകത്താക്കി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വാട്ടർ ഹീറ്റിൻ്റെ ഡേ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുളിച്ചിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കുളിച്ചിട്ട്. അപ്പോൾ രാവിലെ ഓൾറെഡി പോകുന്നതിന് മുമ്പേ എനിക്ക് 6:30 ആയപ്പോഴാട്ടോ ഞാൻ പോയത് കുളിക്കാനായിട്ട്. ഇപ്പം ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഇത്രയും നേരം നല്ല ഉഴിഞ്ഞ് അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലും മുട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ചുക്കാപ്പി ഉണ്ട് കേട്ടോ. ഇനി ചുക്കാപ്പി കുടിക്കണം. മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആവാനും നമുക്ക് എന്താ ജലദോഷവും അങ്ങനെയൊക്കെ ഒന്നും വരാതിരിക്കാനൊക്കെ ചുക്കാപ്പി നല്ലതാണ്. നല്ല എരിയുണ്ട്. ഇനിമ രാവിലെ എന്തോ കുടിച്ച് പാല് കുടിച്ചോ? പാല് കുടിച്ചോ? ഇത് വേണോ? ഇത് വേണോ? ശരി, തരാം. എരിയും ഇപ്പം. എന്ത് എന്ത് വേണ്ടേ? എരിയൊന്നു കുടിച്ചു നോക്ക്. നീയല്ലേ വേണോന്ന് പറഞ്ഞത്. കുടിക്കടി 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 കുടിക്കടി. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കണമെന്നാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത കൊച്ച് പറഞ്ഞത് കേട്ടോ. നേരെ പോയി നന്നായിട്ട് കിടക്കണം. ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല അടിപൊളി അരിപ്പുട്ടാണ് കേട്ടോ. എടുത്ത് വെക്കട്ടെ. നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ്. സ്പൂൺ വലുതായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കോരി ഒഴിക്കാം. ഞാൻ കഴിച്ചു നോക്കട്ടെ പുട്ട് കറി എങ്ങനെ ഉണ്ടെന്ന്. അതിൻ്റെ ഇടയ്ക്കൂടെ നീനുമ്മയ്ക്ക് വേണം. നീനുമ്മയ്ക്കും കൊടുത്ത് ഞാൻ ഇപ്പം അല്ലാതെ കഴിക്കാൻ ഭയങ്കര പാടാട്ടോ. ഞാൻ കഴിക്കുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ വന്ന് ഇരുന്ന് കഴിക്കുക. അതേ ഉള്ളൂ. കടല തരാൻ പോന്നെ. അമ്മ ഇതൊന്ന് കഴിക്കട്ടെ. വെയിറ്റ്. അത് എടുക്കല്ലേ, എടുത്തിട്ട് കഴിക്കുവോ? നല്ല കടലക്കറി. അപ്പം ഞാനിത് വേഗം കഴിക്കട്ടെ. ഇപ്പം 8:45, 9 മണിയാകുമ്പോഴത്തേക്കും കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് വരും കേട്ടോ. അപ്പം ഗൈസ്, നമ്മുടെ മോള് കുളിച്ചിട്ടൊക്കെ വന്ന്. അപ്പം എനിക്കിവിടെ ഏത്തപ്പഴം ഉണ്ട് കേട്ടോ കഴിക്കാൻ. അടുത്തിനി നമ്മൾ കഴിക്കാൻ പോണ ഏത്തപ്പഴമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ലഞ്ചൊക്കെ വരും. അതിന് മുമ്പേ ഒന്ന് ഉറങ്ങണം. ഇവളെ ഉറക്കണം. അപ്പം ഞാൻ ഏത്തപ്പഴം കഴിക്കുകയാണ് കേട്ടോ. മൊത്തത്തോളം തരൂല. മോളുടെ പുക്കിള് 7 ദിവസമായപ്പോൾ തന്നെ വീണായിരുന്നു കേട്ടോ. പക്ഷെ ചെറിയ രീതിയിൽ പഴുപ്പുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഡോക്ടർ അതൊരു പ്രശ്നമായ രീതിയിലേ അല്ല പറഞ്ഞത്. അതിനെന്താ, കുഴപ്പമൊന്നുമില്ല, വൃത്തിയാക്കിയിട്ട് കുളിപ്പിച്ച് തുടങ്ങിക്കോളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് പഴുപ്പ് കുറച്ചുണ്ടെന്നും പറഞ്ഞ് നമ്മൾ കുളിപ്പിക്കാതിരിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുളിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. നീനുമ്മ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കുളിപ്പിക്കുന്ന സമയത്ത്. പക്ഷെ ഇവള് വലിയ കരച്ചിലൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഉറങ്ങുമായിരിക്കും. ഉറങ്ങി. അപ്പം അവളെയും കൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. ഈ തിരുമയൊക്കെ ചെയ്യുന്നതുകൊണ്ടേ നമ്മൾ കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വീണ്ടും ബ്ലീഡിങ് ഒക്കെ ആവും. അപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം. അതിനാണല്ലോ നമ്മളിവിടെ വന്നത്. ഗൈസ്, ഞാനും കുഞ്ഞൂടെ നല്ല ഒരു അടിപൊളി ഉറക്കം പാസ്സാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഫീഡ് ചെയ്ത് അവൾ വീണ്ടും കിടന്നുറങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് മോര് കൊണ്ടുവന്നു കേട്ടോ. നല്ല കറിവേപ്പിലയും മുളകും ഒക്കെ ഇട്ട് നല്ല മണം വരുന്നുണ്ട്. മോര് കുടിക്കുവാണ് കേട്ടോ. നല്ല എരിയുണ്ട്, നല്ല പുളിയുണ്ട്. നീനമ്മ എന്തോ കഴിച്ചത്? ബിക്കറ്റാണോ കഴിച്ചേ? ആണോ? കുളിച്ചായിരുന്നോ? കുളിച്ചോ? ആണോ? നീനമ്മ, അമ്മയുടെ പൊന്നാരാ? ഞാനാണോ? അച്ഛയുടെ പൊന്നാരാ? അച്ഛയുടെ പൊന്ന് വാവയാണോ? നീനുമ്മയുടെ പൊന്നാരാ? നീനുമ്മയുടെ പൊന്ന് ഞാനോ? നീനുമ്മയുടെ പൊന്നാരാ? വാവയാണോ? ആണോ? വാവ ഉറങ്ങുന്ന പൊന്നി. വാവ നല്ല ഉറക്കം. അവനുണത്തല്ലേ? അണ്ടേ പുറത്തു മുഴുവൻ ബിസ്ക്കറ്റ് ഇരിക്കുന്നത്. തട്ടിക്കളാ ബെഡിൽ. അവിടെ നിന്ന് തട്ടല്ലേ, ബെഡിൽ നിന്ന് ഇറങ്ങി തട്ട്. പുറത്തോട്ട് തട്ടിക്കളാ. ഗുഡ് ഗേൾ ആണ് എൻ്റെ നീനുമ്മ. ഗുഡ് ഗേൾ ആണോ? ഇവിടെ ഇരിക്കുന്നതാ. ഇവിടെ
ഇവിടെ ഇരിക്കുന്നതോ? ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഗൈസ്, അടുത്തതായിട്ട് കുറുക്കലാണ് കേട്ടോ. മഞ്ഞ കളർ കുറുക്കൽ. ഇന്നലെ വെള്ള കളർ കുറുക്കലായിരുന്നു, ഇന്നതേ മഞ്ഞ കളർ കുറുക്കൽ. എന്നിട്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ. കഴിച്ചോക്കട്ടെ. ചെവയൊന്നുമില്ല. എനിക്കാണോ? ഇന്നലെ കഴിച്ചതാ, ഇന്ന് വേണ്ടേ? ഇന്നലെ കഴിച്ചതാ. അവൾ ഇന്നലെ കഴിച്ചായിരുന്നു കേട്ടോ, ഇന്ന് നമുക്ക് വേണ്ട. എനിക്ക് തോന്നുന്നു ഗോതമ്പ് എന്തെങ്കിലും ആഡ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ, ഈ ടെക്സ്ചർ വരാൻ വേണ്ടി. എനിക്കറിയത്തില്ല, ചുമ്മാ എനിക്ക് തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. കാര്യം കൊള്ളാൻ, ചെവയൊന്നുമില്ല, മറ്റേ നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഗൈസ്, ലഞ്ച് ടൈമായി. ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് ആലോചിച്ചത് ഈശ്വര വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് ടൈം ചോറ്, സാമ്പാർ, പച്ചടി, മെഴുക്ക് വരട്ടി, മീൻ കറി, അത്രയല്ലേ ഉള്ളൂ, ഇത്രയാണുള്ളത്. അപ്പം അതും കൂട്ടി ചോറ് കഴിക്കാൻ പോവാനായിട്ട്. മറ്റേ എന്തിനാണ്, വെള്ള അരിയല്ല, മറ്റേ റോസിൻ്റെ അരിയില്ലേ, അതാണ്. എൻ്റെ ഇളയ മോള് കരയാൻ തുടങ്ങിയിട്ടു. ഉറക്കി കിടത്തിയതാണ്, പക്ഷെ ഉറക്കത്തിൽ കരയുന്നു. അപ്പം ഉച്ചയ്ക്കുള്ള ഇത് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഇനി വൈകിട്ട് ചായയും കടിയൊക്കെ വരും കേട്ടോ. അപ്പം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വെയിറ്റിങ്. ഒരു സൈഡിൽ ഒരു മോൾ ഉറങ്ങുന്നു, അടുത്ത സൈഡിൽ അടുത്ത മോൾ ഉറങ്ങുന്നു. രണ്ടുപേരും ഉറക്കുക. രണ്ടുപേരും ഇപ്പം കിടന്നുറങ്ങിയിട്ട് രാത്രി ഫുള്ള് ഇന്നലെയും ഇവള് 12:30 ആയപ്പം അങ്ങോട്ട് എഴുന്നേറ്റ് ഒരു 4:30 മണിയായി ഇവൾ ഉറങ്ങിയപ്പം. അത്രയും നേരം ഉണർന്നിരുന്നു. നീനുമ്മയും കുഞ്ഞുനാളിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നീനുമ്മ കുറച്ചുകൂടെ ഉറങ്ങത്തില്ലായിരുന്നു, ഭയങ്കര കരച്ചിലും നിർബന്ധമായിരുന്നു. ഇവക്ക് പിന്നെ ഏത് സമയവും ഇങ്ങനെ ഊത്തേ 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 ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ഇത് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ഇതാരുടെ ചെയ്തത്? അതാര് ചെയ്തത്? കള്ളം പറയുന്ന ഇതാര് ചെയ്തത്? ആരാ ചെയ്തത്? നീനു അല്ലേ ചെയ്തത്? ആരാടി ചെയ്തത്? ആരാ പൊന്നി ചെയ്തത് അത്? ഗൈസ്, അപ്പോൾ വൈകിട്ട് ചായയും സ്നാക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഓരോ ദിവസവും ഓരോ സ്നാക്കുകളൊക്കെയാണ് കേട്ടോ. ഇത് ഇന്നിപ്പോൾ പാല് തന്ന്, പാലിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇന്നലെ ഫ്രൂട്ട്സ് ആയിരുന്നു, ഇന്ന് വെജിറ്റബിൾസ് ആണ് തന്നേക്കുന്നത്. മറ്റേ കുക്കുംബറും ക്യാരറ്റും മാത്രം കേട്ടോ. അപ്പോൾ ഇതുകൂടെ കഴിക്കട്ടെ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡിന്നർ വരും. ഇനിമയ്ക്ക് വേണോ? കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അവളെ ഇപ്പൊ ഫീഡ് ചെയ്ത് ഞാൻ കിടത്തിയതേ ഉള്ളൂ. ഈ പകലെല്ലാം കിടന്നുറങ്ങിയിട്ട് പുള്ളിക്കാരി രാത്രി ആകുമ്പോ അങ്ങ് എഴുന്നേറ്റ് അമ്മ അവളെ എടുത്ത് ചെയ്യുവാണ് കേട്ടോ. പകലെല്ലാം കിടന്നുറങ്ങിയിട്ട് രാത്രിയാണ് അവളുടെ പകൽ. അങ്ങനെയാണ്. ഇന്നലെ 12 മണിക്ക് എഴുന്നേറ്റിട്ട് അവളെ ഉറങ്ങിയത് 4:30 ആയി. അത്രയും നേരം ഞാൻ ഉണർന്നിരുന്നു ഗൈസ്. പിന്നെ 6 മണിയായപ്പോഴത്തേക്കും എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ വന്നിട്ടാണ്, നിങ്ങൾ കണ്ടല്ലോ വീഡിയോ, കാണുമല്ലോ ഇപ്പോൾ വീഡിയോയ്ക്കകത്ത്. എന്നിട്ടാ പിന്നെയാണ് ഞാനൊന്ന് കിടന്ന് റെസ്റ്റ് എടുത്തത്. ക്യാരറ്റ് കൊള്ളാവോ? സൂപ്പറാണോ? അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.